1 കപ്പ് അരിപ്പൊടിയുണ്ട്. നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന തരത്തിലുള്ള ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. എണ്ണയിലൊന്നും പൊരിക്കാത്ത ഈ പലഹാരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നാടൻ പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml 1 കപ്പ് കടയിൽ നിന്നും വാങ്ങിയ പാക്കറ്റ് അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതേ അളവിൽ തന്നെ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ചീകി എടുത്തതാണ് കേട്ടോ. ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ടാവും. ഈ ഒരു കപ്പിൽ മുഴുവനായും തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് പാനി ഉണ്ടാക്കിയെടുക്കാം. ശർക്കര എടുക്കുമ്പോൾ നല്ല കറുത്ത കളറിലെ ശർക്കരയാണെങ്കിൽ നമ്മളെ ഈ പലഹാരത്തിന് നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ. എൻ്റേത് കുറച്ച് വെളുത്ത കളറിലെ ശർക്കര ആയതുകൊണ്ട് തന്നെ ഈ പലഹാരത്തിന് കളർ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാനൊരു ടിപ്പ് കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കലക്കി വെച്ച മാവിലേക്ക് ചൂടോടുകൂടി തന്നെ ഞാൻ ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാനിത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മുടെ പലഹാരത്തിന് കളർ വരാൻ വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കാരമലൈസ് ചെയ്യണം. അതിന് കാരണം നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ശർക്കര നല്ല ഡാർക്ക് കളറാണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായി തന്നെ കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഇതുപോലെ കട്ടകൾ ഉള്ള പോലെ തോന്നും നമുക്ക്, അത് സാരമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അതുപോലെ അലിഞ്ഞ് വരും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. ഇത് ഞാൻ തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചാണ്. അതൊന്ന് വേവിച്ചെടുക്കണം. അത് പകുതി വെന്താൽ മതി കേട്ടോ, അധികം വെന്ത് ഉടയരുത്. ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാലും അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി കൈവിടാതെ വേണം നമ്മളിതുപോലെ ഇളക്കി കൊടുക്കാൻ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ലോ ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവ് വേവാതെ കട്ടിയായി പോകും. ഞാനിത് 20 മിനിറ്റ് സമയം കൈവിടാതെ ഇളക്കി കൊടുത്തതാണ്. ഇപ്പം നന്നായി തന്നെ ഈ മാവൊക്കെ വെന്തിട്ടുണ്ട്, കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ 4 ടീസ്പൂൺ നെയ്യാണ് ഇതിൽ മൊത്തം ചേർത്തിട്ടുള്ളത്. ആദ്യം ഇപ്പോൾ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് നമുക്ക് അരമുറി തേങ്ങയുടെ 1/4 പാൽ എടുത്ത് വെക്കണം. കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഏകദേശം 1 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ. നന്നായി തന്നെ ഇത് മിക്സ് ചെയ്ത് വരട്ടെ. ഇതിൻ്റെ ഇടയിൽ ഇനി നമുക്ക് ഒന്നുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ 2ാമത്തെ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് ആ പാത്രം ഒന്ന് നെയ്യ് തടവി റെഡിയാക്കി വെക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ 3ാമത്തെ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഏലക്കായ പൊടി അല്ല ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില എസൻസാണ് ചേർക്കുന്നുള്ളത്. ഒരു 3 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി തന്നെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 4 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെളുത്ത എള്ളും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ഒരിക്കലും അധികം വെന്ത് ഉടയരുത് കേട്ടോ, ഇതുപോലെ തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ചെറിയൊരു ടിഫിൻ ബോക്സിലാണ് ഇത് സെറ്റ് ചെയ്യാനായി വെക്കുന്നുള്ളത്. ഈ കടലപ്പരിപ്പ് ചേർത്താൽ നമുക്കത് കടിക്കാൻ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായി തന്നെ തണുത്തിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്.
ഇത് വെറുതെ ഒന്ന് ഇതുപോലെ കൊട്ടി കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഇതിൽ നെയ്യ് തടവിയത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.